ഈ തല്ലുകൊള്ളുന്നത് ABVP എന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. തല്ലുന്നത് SFI എന്ന പ്രസ്ഥാനത്തിന്റെ ഗുണ്ടകൾ. ആ ഗുണ്ടകൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മുദ്രാവാക്യം പറയും: സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. എന്തിനാണ് തല്ലുകൊള്ളുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കേരളത്തിലെ ഓരോ ജനങ്ങളും ഓരോ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കേന്ദ്ര സർക്കാർ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്ന പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. ആ പദ്ധതിയിൽ കേരളം ഒപ്പുവെക്കില്ല. കാരണം പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം അതുവഴി കിട്ടും, പാഠപുസ്തകം ഫ്രീ, എക്സാം ഫീസ് ഫ്രീ, കോംബോ സ്കൂൾ ലൈബ്രറി ഗ്രാന്റ്, സ്പോർട്സ് ഗ്രാന്റ്, ഭിന്നശേഷി കുട്ടികൾക്കായിട്ടുള്ള മെഡിക്കൽ സഹായ ഉപകരണങ്ങളും തെറാപ്പി സേവനങ്ങളും, സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം, അധ്യാപക പരിശീലനം, ജീവനക്കാരുടെ ശമ്പളം, കുട്ടികളുടെ സ്കൂൾ നവീകരണം, നല്ല എയർ കണ്ടീഷൻ ക്ലാസുകൾ എന്നിവ ഈ പദ്ധതിയിലൂടെ കേരളത്തിലെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ഇതൊക്കെ കേരളത്തിന്റെ സഹായമില്ലാതെ കേന്ദ്രം നേരിട്ട് നൽകും എന്ന നടപടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അഭ്യാസ മന്ത്രിക്ക് സൂഹിക്കാതെ പോയത്. ഇങ്ങനെ ഒരു സേവനം കേരളത്തിന് ലഭിക്കില്ല എന്ന സാഹചര്യം വന്നപ്പോഴാണ് കുട്ടികൾ പ്രതിഷേധവുമായി റോഡിലിറങ്ങിയത്. വിദ്യാഭ്യാസം എന്ന് ശരിക്ക് എഴുതാൻ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായാൽ ഇങ്ങനെ പലതും കേരളം ഫേസ് ചെയ്യേണ്ടി വരും. തിരിച്ച് ചോദ്യം ചോദിച്ചാൽ SFIയുടെ ഗുണ്ടകളെ വെച്ച് മർദ്ദിപ്പിക്കും. എന്നിട്ട് ഇവന്മാരത് ജീവൻ രക്ഷാ രീതിയാക്കി മാറ്റും. SFIയുടെ പ്രിയപ്പെട്ട ചങ്ങാതിമാരോടാണ്: തല്ലിച്ചതയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഒരു കർണത്തടിച്ചാൽ മറുകർണം കാണിച്ചു കൊടുക്കുന്ന ഗാന്ധിസമല്ല ഈ കുട്ടികൾ വശത്താക്കിയിട്ടുള്ളത്. ഇവർ RSSന്റെ ശാഖയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. കനൽ കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും, തീർച്ചയായും.